നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു സർ. പേരും എഴുതിയില്ലേ? എഴുതി സർ. എന്നാ അത് ആ ബോക്സിലേക്ക് ഇട്ടുള്ളൂ. ഗന്ധർവ, നീ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ കമ്പനിയിലെ എല്ലാ ബ്ലോക്കിലുള്ള ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈയക്ഷരം ഞാൻ മാച്ച് ചെയ്ത് നീ ആരാണെന്ന് മനസ്സിലാക്കും. പാർവതിയെ ഇനിയും പറ്റിക്കാവുന്ന നീ കരുതണ്ട. ഇന്നത്തോടെ നിന്റെ കഥ ഞാൻ അവസാനിപ്പിക്കും. അപ്പൊ നീ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു. എനിക്കിത് മതി. ഇനി നീയും പാർവതിയും തമ്മിൽ അകൽച്ച ഉണ്ടാക്കാൻ എനിക്ക് എളുപ്പമായി. ഈ സംശയത്തിന്റെ തീപ്പൊരിയെ ഒരു കനൽ കാറ്റായി മാറ്റാൻ ഞാൻ വേണ്ടത് ചെയ്തോളാം. എല്ലാവരും കത്തിലിട്ട് കഴിഞ്ഞല്ലോ? ആയിട്ടോ സർ. താങ്ക് യു. വൈകാതെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഞാൻ വായിച്ച് മനസ്സിലാക്കും. എല്ലാവരും അവരവരുടെ ജോലി ചെയ്തോളൂ. ശരി സർ. കൈലാഷേ, ഇതെന്തിനാ ചെയ്തതെന്ന് മനസ്സിലായോ മാഡത്തിന്? മനസ്സിലായി. ഞാൻ അതിനെ കുറിച്ച് പിന്നെ പറയാം. ഇപ്പോ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ട്. എന്നാലും ഇത് എന്തിനായിരിക്കും? ഇനി ഓരോ നേരം എടുത്ത് ഞാൻ മാച്ച് ചെയ്ത് നോക്കാം. നെക്സ്റ്റ്. കൈലാഷ്, ഇതാണ് ലാസ്റ്റ് വൺ. ഇതിൽ ഒരെണ്ണം പോലും ഗന്ധർവന്റെ കൈയക്ഷരവുമായി മാച്ച് ആവുന്നില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒന്ന് സമാധാനിക്ക് കൈലാഷ്. ഞാൻ എങ്ങനെ സമാധാനിക്കാനാ? നീ ഊഹിച്ചതുപോലെ ഗന്ധർവൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ കത്തുകളില് അതേ കൈയക്ഷരമുള്ള ഒരാൾ ഉണ്ടാവണ്ടേ? ആരുടെയും കൈയക്ഷരം മാച്ച് ആവത്തതിനർത്ഥം ഗന്ധർവൻ ഈ കമ്പനിയിലെ തൊഴിലാളി അല്ലെന്നല്ലേ? അതിന് നമ്മൾ എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് മാച്ച് ചെയ്ത് നോക്കിയില്ലല്ലോ. അതിനു മുൻപേ എന്തിനാണ് തോൽവി സമ്മതിക്കുന്നത്? നീ എന്തൊക്കെയായി പറയുന്ന? ശരിക്കും പറഞ്ഞ നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്ന ആണുങ്ങളുടെ കൈയക്ഷരം മാത്രം പരിശോധിച്ചാൽ മതിയായിരുന്നു. പക്ഷേ നമ്മള് സ്ത്രീകളുടെ കൈയക്ഷരം വരെ മാച്ച് ചെയ്ത് നോക്കിയില്ലേ? ഒരെണ്ണത്തിന് പോലും ഗന്ധർവന്റെ കൈയക്ഷരവുമായി സാമ്യമില്ല. പിന്നെ എന്ത് വിശ്വാസത്തിലാ ഗന്ധർവൻ കമ്പനിയിലെ തൊഴിലാളി ആകാമെന്ന് പറയുന്നത്? നമുക്ക് ലെറ്റർ തരാത്ത ഒരാളുണ്ട്. ആര്? പ്രിയൻ. നീ പ്രിയനെ സംശയിക്കണോ? ചൂടാകാതെ കൈലാഷ്. ഞാൻ പറയുന്നത് നീ പേഷ്യന്റ് ആയിട്ടൊന്ന് കേക്ക്. എന്താ നിനക്ക് പറയാനുള്ളത്? ഗന്ധർവൻ പാർവതിക്ക് എഴുതിയ ലെറ്ററിൽ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ലേ? കത്തുകൾ അയക്കാത്തപ്പോഴും അവൻ പാർവതിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ പാർവതിയുടെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരാള് പ്രിയനല്ലേ? അതുകൊണ്ട്
നീ എന്താ പറയാമെന്ന്? അല്ല, സംശയം തോന്നിയപ്പോ നീ കരുണാകരനെ കൊണ്ടും എന്തിന് എന്നെ കൊണ്ട് വരെ ലെറ്റർ എഴുതിപ്പിച്ചില്ലേ? അതാണ് ബുദ്ധിയുടെ ലക്ഷണം. നീ എന്നെ സംശയിക്കാണോന്ന് ഞാൻ വിഷമിച്ചില്ലല്ലോ.